ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം, എൻ്റെ സ്നേഹം. ഈ പുരസ്കാരത്തിന് എന്നെ തിരഞ്ഞെടുത്ത ജൂറി അംഗങ്ങൾക്കും ഇൻഡിവുഡിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ എൻ്റെ സുഹൃത്ത് സർ സോഹൻ റോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഒരു സിനിമയ്ക്കോ ഒരു പുസ്തകത്തിനോ ഒരു ഗാനത്തിനോ അല്ല എനിക്ക് ഈ പുരസ്കാരം തന്നിരിക്കുന്നത്. ഭാഷാ കേസരി പുരസ്കാരം എന്നാണ് ഇതിൻ്റെ പേര്. 11ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യത്തെ കവിത കുന്നും കുഴിയും എഴുതിയത്. 11ാമത്തെ വയസ്സ്. ഞാൻ ഈ വർഷം 86ാം വയസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 75 വർഷമാണ് ഞാൻ സാഹിത്യത്തിൽ ജീവിച്ചത്. അപ്പോൾ സാഹിത്യത്തിനും സിനിമയ്ക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ് എൻ്റെ ജീവിതം. സാഹിത്യത്തിൽ മാത്രമല്ല, സിനിമയിലും എൻ്റെ സുഹൃത്ത് സോഹൻ റോയ് എനിക്ക് ആദരവ് നൽകിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2016 ഹൈദരാബാദിൽ അദ്ദേഹം സംഘടിപ്പിച്ച ഒരു ഫിലിമോത്സവം, അതിൽ വെച്ച് എന്നെ അദ്ദേഹം ആദരിക്കുകയുണ്ടായി. ജനങ്ങൾ ഒന്നടങ്കം, കാണികൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന രീതിയിൽ എന്നെ അവതരിപ്പിച്ചു. ഇന്ത്യയിലെ പ്രശസ്ത സംവിധായകനായ ശ്യാം ബെനഗൽ, ഗൗതം ഘോഷ് തുടങ്ങിയവരൊക്കെ അവിടെ സന്നിഹിതരായിരുന്നു. അപ്പോൾ എൻ്റെ സിനിമ ജീവിതത്തെയും സാഹിത്യ ജീവിതത്തെയും ഒരുപോലെ ശ്രീ സോഹൻ റോയ് അംഗീകരിച്ചിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപ ഒരു വലിയ തുകയാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം കോടീശ്വരന്മാരുണ്ട്, വ്യവസായികൾ. പക്ഷെ അവരാരും തന്നെ സാംസ്കാരിക രംഗത്തിന് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. വളരെ കുറച്ച് പേർ മാത്രമേ സാംസ്കാരിക രംഗത്തിന് വേണ്ടി അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം ചെലവഴിക്കുന്നുള്ളൂ. കഴിഞ്ഞ മാസം അവസാനം കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് എനിക്കൊരു പുരസ്കാരം തരികയുണ്ടായി. അത് തങ്ങൾ കുഞ്ഞ് മുസലിയാർ സ്മാരക പുരസ്കാരമാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ് അത് വന്നത്. അന്ന് ഞാൻ പ്രസംഗിച്ചു. തങ്ങൾ മുസലിയാരുടെ കശുവണ്ടി രാജാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ കാഷ്നട്ട് കിങ് മാത്രമായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഇന്ന് ആരും ഓർക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. TKM ആർട്സ് കോളേജ് സ്ഥാപിച്ചു, TKM എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിച്ചു. എൻ്റെ കുട്ടിക്കാലത്ത് പ്രധാനപ്പെട്ട ഒരു മലയാളം പത്രമായിരുന്നു പ്രഭാതം. ആ പ്രഭാതം പത്രം അദ്ദേഹമാണ് സ്ഥാപിച്ചത്. അതുകൊണ്ടാണ് തങ്ങൾ മുസ്ലിയാരുടെ സ്മാരകമായിട്ടുള്ള പുരസ്കാരം മേടിക്കുമ്പോൾ ഞാൻ അഭിമാനിക്കും. ഇതന്ന് ഞാൻ അവിടെ പ്രസംഗിച്ചു. അതുപോലെ തന്നെ ഇവിടെയും ഈ നമ്മുടെ കാലഘട്ടത്തിലെ പ്രഗത്ഭനായ വ്യവസായിയാണ് സർ സോഹൻ റോയ്. എന്ന് മാത്രമല്ല, അദ്ദേഹം സിനിമയോടും സാഹിത്യത്തോടും അങ്ങേയറ്റം അടുപ്പം കാണിക്കുന്ന ബന്ധമുള്ള ആളാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത ഡാം 999 എന്ന സിനിമ പ്രഗത്ഭ ഹോളിവുഡ് സംവിധായകരുടെ പടങ്ങളോട് കിടപിടിക്കുന്നതായിരുന്നു. വളരെയധികം പ്രശസ്തി കിട്ടിയ ഒരു പടമാണത്. പക്ഷെ അദ്ദേഹം സിനിമയിൽ മാത്രം നിന്നിരുന്നെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഡയറക്ടർ ആകുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് സാധ്യമല്ലല്ലോ. അപ്പം അങ്ങനെ സാഹിത്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിത നിമിഷകവിയാണ്. കാരണം അണുകവിത എന്ന പേരിൽ അദ്ദേഹം ഓരോ ദിവസവും ഒരു 4 വരി കവിത ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആനുകാലിക പ്രശ്നങ്ങളാണതിൽ. എന്തിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ വായിച്ച കവിത, ഇപ്പോൾ ആ കുട്ടി 10 മാസം പ്രായമുള്ള കുട്ടി അതിൻ്റെ ഹൃദയവും കിഡ്നിയും ഒക്കെ ദാനം ചെയ്തില്ലേ. അവരുടെ അച്ഛനമ്മമാരെ നമ്മൾ വണങ്ങുന്നു. അത് ആണ് ഏറ്റവും ഞാൻ വായിച്ച
സോഹൻ റോയുടെ ഏറ്റവും അവസാനത്തെ കവിത. അപ്പം ഇങ്ങനെ ഇത്രയും തിരക്കിനിടയിലും എല്ലാ ദിവസവും രാവിലെ ഒരു 4 വരി കവിത എഴുതാൻ തയ്യാറാകുന്ന അദ്ദേഹത്തിൻ്റെ കഴിവിനെയും അദ്ദേഹത്തിൻ്റെ ധിഷണയെയും സഹനത്തെയൊക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. 5 ലക്ഷം രൂപ തീർച്ചയായിട്ടും വലിയൊരു തുകയാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന 3ാമത്തെ 5 ലക്ഷം രൂപയുടെ അവാർഡാണിത്. മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു കലാകാരനും കിട്ടാവുന്ന പരമാവധി പുരസ്കാരം കേരള സർക്കാർ നൽകുന്ന JC ഡാനിയൽ പുരസ്കാരമാണ്. JC ഡാനിയൽ പുരസ്കാരത്തിന് തരുന്ന തുക 5 ലക്ഷം രൂപയാണ്. 2017 എനിക്കത് കിട്ടി. 6 മാസം മുമ്പ് ബാംഗ്ലൂരിലുള്ള ഒരു രമേശ് നമ്പ്യാർ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ വളരെ വലിയ അദ്ദേഹം ഒരു വ്യവസായിയാണ്. സോഹൻ റോയുടെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹം ആ വ്യവസായത്തോടൊപ്പം സംഗീതത്തെയും സാഹിത്യവും സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ദർബാർ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു സംഗീത സദസ്സുണ്ട്, അരങ്ങ്. അവിടെ അദ്ദേഹം എന്നെ ക്ഷണിച്ച് ഹൃദയസദസ്സിലെ പ്രണയപുഷ്പങ്ങൾ എന്ന പേരിൽ എൻ്റെ പാട്ടുകൾ മാത്രമുള്ള ഒരു നൈറ്റ് സംഘടിപ്പിച്ചു. ഉണ്ണിമേനോൻ, മധു ബാലകൃഷ്ണൻ, ചിത്രാരൻ തുടങ്ങിയ പ്രഗത്ഭ ഗായകർ എൻ്റെ പാട്ടുകൾ അവിടെ അവതരിപ്പിച്ചു. ആ പരിപാടി തുടങ്ങുന്നതിന് മുമ്പായി അദ്ദേഹം ഒരു കവറിൽ 5 ലക്ഷം രൂപ എന്നെ ഏൽപ്പിച്ചു. 5 ലക്ഷം രൂപ ചെക്ക്. ഞാനത് പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നുമില്ല. എന്നാൽ ആ പുരസ്കാരത്തെക്കുറിച്ച് ഒരു പത്രത്തിൽ വന്നുമില്ല. അത് പ്രശസ്തി വേണമെന്ന് അദ്ദേഹം എഴുതാനുള്ള ആവശ്യമൊന്നുമില്ല. എനിക്ക് സാറിനുള്ള ആരാധനയ്ക്ക് ഞാൻ തരുന്നു. അപ്പം അങ്ങനെ 3ാമത്തെ സമ്മാനമാണ് 5 ലക്ഷം പുരസ്കാരം ഇന്ന് ഞാൻ ഇവിടെ സ്വീകരിച്ചത്. എൻ്റെ അറിവ് വെച്ച് നോക്കുമ്പോൾ 75 കൊല്ലക്കാലം ഞാൻ സാഹിത്യ ബാങ്കിൽ നിക്ഷേപിച്ച ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ പലിശയാണ് ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അവാർഡായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസം ഞാൻ മേടിക്കുന്ന 4ാമത്തെ അവാർഡാണിത്. ഈ മാസം എനിക്ക് 4ാമത്തെ അവാർഡ്. അപ്പോൾ ഇതിൽ കൂടുതൽ മലയാളികൾ എനിക്ക് തരാനാണ്. ഞാൻ എൻ്റെ ജീവിതം സാഹിത്യത്തിന് സിനിമയ്ക്കും വേണ്ടി മാറ്റിവെച്ചു എന്ന സത്യം എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അവർ ഈ വാർദ്ധക്യത്തിൽ എനിക്കതിൽ സുഖമില്ലാതിരിക്കുകയാണ്. ഇപ്പോൾ ചികിത്സാ ചെലവുണ്ട്. പക്ഷേ ഈശ്വര സഹായത്താൽ സിനിമാ നിർമ്മാണമൊക്കെ എല്ലാം നിർത്തി ഞാൻ. പക്ഷേ ഇപ്പോൾ എഴുത്തിൽ മാത്രം ശ്രദ്ധിക്കുകയാണ്. ഇപ്പോഴും ഞാൻ വെറുതെ ഇരിക്കുന്നില്ല. മലയാള 2 ആത്മകഥകൾ ഞാൻ എഴുതി കഴിഞ്ഞു. ജീവിതം ഒരു പെൻഡുലം, എൻ്റെ ജീവിതത്തെക്കുറിച്ച്. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന പുസ്തകം എൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച്. ആദ്യ കൃതി ജീവിതം ഒരു പെൻഡുലം മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും മനോരമയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ അസുഖാവസ്ഥയിൽ ഞാൻ ജോലി ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞു മലയാള ചലച്ചിത്ര ഗാന ചരിത്രം. 1938 നമ്മുടെ ആദ്യ ടോക്കി ബാലൻ പുറത്തു വരുന്നത്. അതിലാണ് ആദ്യമായി മലയാള ഗാനങ്ങൾ വന്നത്. ആ ബാലൻ മുതൽ 1976 വരെയുള്ള ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ച്, അതിൻ്റെ സംഗീത സംവിധായകരെക്കുറിച്ച്, ഗായകരെക്കുറിച്ച് എല്ലാം വിശദീകരിക്കുന്ന ഒരു ദീർഘമായ വലിയ പുസ്തകമാണ് സംഗീതയാത്രകൾ, മലയാള ചലച്ചിത്ര ഗാന ചരിത്രം. അത് ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു. 76 ശേഷമുള്ള പാട്ടുകളെക്കുറിച്ച് എനിക്ക് എഴുതാൻ കഴിയുമോ എന്ന് നിശ്ചയമില്ല. മിക്കവാറും ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥയിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് റഫീഖ് അഹമ്മദിനെ പോലെയും മുരുകൻ കാട്ടാക്കട പോലുള്ള എഴുത്തുകാർ എനിക്ക് മാപ്പ് തരണം. അവരുടെ പാട്ടുകളെക്കുറിച്ച് ഞാൻ എഴുതാത്തതിന്. VR സുധീഷ് ഇവിടെ വളരെ പ്രഗത്ഭരായ ഒരുപാട് പേർ ഇവിടെ വന്നിട്ടുണ്ട്. റഫീഖുണ്ട്, സുധീഷുണ്ട്, മുരുകനുണ്ട്. ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ 2 വർഷം താഴെ പഠിച്ചിരുന്ന TR അജയൻ, പാലക്കാട്ടെ ഏറ്റവും വലിയ
സാംസ്കാരിക പ്രവർത്തകനാണ്, കൈരളി ഡയറക്ടറാണ്, കൈരളി ടി വിയുടെ ഡയറക്ടറാണ്. ടി.ആർ. അജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാഗ്യലക്ഷ്മിയും വന്നിട്ടുണ്ട്. അവർ കോളേജിൽ പഠിക്കുമ്പോൾ പ്രണയിച്ചവരാണ്, ഇപ്പോൾ നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വല്ലാത്ത ഒരു അരങ്ങായിരുന്നു ഇത്. എനിക്ക് ധാരാളം ആളുകളുമായിട്ട് വീണ്ടും കാണാനും പഴയതൊക്കെ ഓർമ്മിക്കാനും അവസരം ലഭിച്ചു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം.